ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങാതെ ഗാസയിലെ നിലവിലെ സൈനിക സ്ഥാനങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി US പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടം മുന്നോട്ട് വെച്ച സമാധാന കരട് നിർദ്ദേശം ഇസ്രായേൽ തള്ളിയതായും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട സന്ദേശത്തിൽ നെതന്യാഹു വ്യക്തമാക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടം നമുക്കൊരു കരട് രേഖ അയച്ചു തന്നിരുന്നു, എന്നാൽ അതിനോട് ഞങ്ങൾ യോജിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ നിർദ്ദേശമല്ല, അതിലെ ഞങ്ങളുടെ തിരുത്തലുകളും നിലപാടുകളും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് നെതന്യാഹു ആവർത്തിക്കുകയാണ്. സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഹമാസ് പൂർണ്ണമായി ആയുധമുക്തമാക്കുകയാണ് ആദ്യം വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമാസിന്റെ ക്രമാനുഗതമായ ആയുധ നിരോധനവും ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള പിന്മാറ്റവുമാണ് US ബോർഡ് ഓഫ് പീസ് മുന്നോട്ട് വെച്ച പദ്ധതിയിലുള്ളത്. എന്നാൽ പൂർണ്ണമായ ആയുധ നിരോധനം ഉറപ്പുവരുത്താതെ പിന്മാറില്ലെന്ന ഇസ്രായേലിന്റെ കർശന നിലപാട് സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അതേസമയം ഗാസയിൽ ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ ധാരണ നിലനിൽക്കുമ്പോഴും ഇരു കൂട്ടരും പരസ്പരം കരാർ ലംഘനങ്ങൾ ആരോപിക്കുന്നത് തുടരുകയാണ്. ഇസ്രായേലിന്റെ ഉറപ്പില്ലാത്ത നിലപാടുകളിൽ ഹമാസും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങണമെന്നായിരുന്നു ധാരണ. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്ന ഹമാസിനെ നിരായുധീകരിക്കുന്നതിനുള്ള കരാറിനെ കുറിച്ച് നെതന്യാഹുവിന്റെ പരാമർശങ്ങൾ കൂടുതൽ ആശങ്കകളാണ് ഉയർത്തുന്നത്. ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്നും നിലവിൽ ഗസയുടെ 60% ഭാഗങ്ങളിൽ നിയന്ത്രണമുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ നിർത്തിവെച്ച് അവിടെ നിന്ന് പിന്മാറണമെന്നായിരുന്നു കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. വലിയ തോതിലുള്ള സൈനിക നടപടികൾക്ക് വിരാമമിടുകയും ഗാസയിൽ തടവിലാക്കപ്പെട്ട ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്ത ഒക്ടോബറിലെ വെടിനിർത്തൽ കരാറിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇത്. എന്നാൽ മറ്റ് കാര്യങ്ങളിൽ ഈ കരാർ തുടർ നടപടികളില്ലാതെ സ്തംഭനാവസ്ഥയിലാണ്. യുദ്ധ നടപടികൾ എല്ലാം അവസാനിപ്പിച്ച് നിരായുധീകരണം നടത്താൻ ഹമാസ് നേരത്തെ തന്നെ സന്നദ്ധ അറിയിച്ചിരുന്നു. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടം നേരിടുന്ന നെതന്യാഹു നിരായുധീകരിക്കുന്നതിന് മുൻഗണന നൽകേണ്ടതെന്ന തന്റെ നിലപാട് ആവർത്തിച്ചു. തങ്ങളുടെ രാജ്യത്തെയും പൗരന്മാരെയും സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ഇസ്രായേൽ സേന തുടർന്നും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നിരായുധീകരണ ചർച്ചകൾക്ക് ഇടയിൽ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തിയിരുന്നു. അതേസമയം 2023 ഗാസയിൽ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 100-ലധികം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഫലസ്തീനികൾ അവരുടെ കൂട്ട സംസ്കാര ചടങ്ങുകൾക്കായി ഒത്തുകൂടിയിരുന്നു. ഹമാസുമായുള്ള യുദ്ധം തുടങ്ങിയ ആഴ്ചകൾക്ക് ശേഷം 2023 നവംബർ 22-ന് ഗാസ സിറ്റിയിലെ സാംബ്ര പ്രദേശത്തുള്ള ഒരു പാർപ്പിട സമുച്ചയം യുദ്ധവിമാനങ്ങൾ തകർത്തെറിഞ്ഞപ്പോൾ 300-ലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പ്രാഥമിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവിടുത്തെ പൗരന്മാർ നടത്തിയ തിരച്ചിലിൽ 40ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നുവെങ്കിലും ഭൂരിഭാഗം മൃതദേഹങ്ങളും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആഴത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. യുദ്ധത്തിലെ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലൊന്നിൽ ഇത്രയിലും അധികം ആളുകൾ കൊല്ലപ്പെട്ടെന്ന വിവരം ആദ്യ വെടിനിർത്തലിന് തൊട്ടു മുൻപായിരുന്നു അരക്ഷിതമായ സാഹചര്യങ്ങൾക്കിടയിൽ പുറം ലോകത്താൽ ദിവസങ്ങൾ എടുത്തിരുന്നത്. ഹമാസ് നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തന ഏജൻസിയായ സിവിൽ ഡിഫൻസ് നൽകുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തകർ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നടത്തിയ തിരച്ചിലിൽ 40 കുട്ടികളടക്കം 112 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. 157 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇനിയും കണ്ടെത്താനുണ്ടെന്നും അവർ അറിയിച്ചു. ഇൻഫ്രാറെഡ് ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് രാത്രിയിലും കനത്ത മൂടൽമഞ്ഞിലും റൺവേ കൃത്യമായി പൈലറ്റുമാർക്ക് കാണിച്ചു നൽകാൻ ശേഷിയുള്ളതാണ് ഈ സിസ്റ്റം. ഈ സംവിധാനം ഒഴിവാക്കിയതോടുകൂടി കനത്ത മഞ്ഞുള്ള സമയങ്ങളിൽ ഐറിഷ് സർക്കാരിന്റെ വിമാനത്തിൽ ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങാനാവാതെ വരികയും മറ്റ് എയർപോർട്ടുകളിലേക്ക് റൂട്ട് തിരിച്ചുവിടേണ്ടിയും വരും. ഗാസയിലെ വംശഹത്യയിലും വെസ്റ്റ് ബാങ്കിലെ അധിനിവേശത്തിലും പ്രതിഷേധിച്ച് ഇസ്രയേലി കമ്പനികളുമായി നേരിട്ട് കരാറുകളിൽ ഏർപ്പെടുന്നില്ലെന്ന നയം 2024 ഓഗസ്റ്റിൽ ഐറിഷ് സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫാൽക്കൺ ഐ സിസ്റ്റത്തിനായി എൽബിറ്റ് സിസ്റ്റവുമായും പ്രത്യേക കരാർ ഉണ്ടാക്കേണ്ടതില്ലെന്നും വിമാനത്തിൽ നിന്ന് ഈ സൗകര്യം വേണ്ടെന്നും വെക്കാനും അധികൃതർ തീരുമാനിച്ചത്. ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അയർലാൻഡ്. ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത ചരിത്ര പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ സ്വന്തം രാജ്യത്തിന്റെ ഔദ്യോഗിക വിമാനത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിച്ചുവെന്ന വിമർശനം പ്രതിപക്ഷത്തിൽ നിന്ന് ശക്തമായിരിക്കുകയാണ്. സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ വ്യോമസേനയിലെ മുൻ പൈലറ്റുമാരും വ്യോമയാന വിദഗ്ധരും രൂക്ഷമായ ഭാഷയിലാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സാധാരണ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കാത്ത മോശം കാലാവസ്ഥയിലും സുരക്ഷിതമായി പ്രധാനമന്ത്രിയെ ലാൻഡ് ചെയ്യിക്കാനുള്ള ശേഷിയുള്ള സാങ്കേതിക വിദ്യയാണ് വെറും രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ രാജ്യം വേണ്ടെന്ന് വെച്ചതെന്നാണ് വ്യോമസേന പൈലറ്റ് കെവിൻ ഫിബ്സ് ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും
വിമാനത്തിൽ നിലവിൽ യാതൊരുവിധ പ്രവർത്തന തടസ്സങ്ങളില്ലെന്ന് അയർലൻഡ് പ്രതിരോധ മന്ത്രാലയം നൽകുന്ന വിശദീകരണമുണ്ട്. വിമാനത്തിന് ഏൽപ്പിച്ച ദൗത്യങ്ങൾ തടസ്സമില്ലാതെ നിർവഹിക്കാൻ സാധിക്കുമെന്നും സർക്കാർ വക്താവ് അവകാശപ്പെട്ടു. എന്നാൽ പൈലറ്റുമാർക്ക് മോശം കാലാവസ്ഥയിൽ ലാൻഡിംഗിലുള്ള ബദൽ മാർഗം കുറഞ്ഞു എന്നത് വസ്തുതയാണെന്ന് ഐറിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇസ്രായേൽ ബഹിഷ്കരണം നയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അയർലൻഡ് വ്യോമസേന അടുത്തിടെ വാങ്ങിയ 4 പുതിയ ഹെലികോപ്റ്ററുകളിലും മാരിടൈം പെട്രോൾ വിമാനങ്ങളിലും ഇസ്രായേൽ നിർമ്മിത ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. വിമാനത്തിന്റെ നിർമ്മാണത്തിൽ ഇവ ഒഴിവാക്കാനാവാത്ത ഘടകങ്ങളായതിനാലാണ് സർക്കാർ ഇവ അംഗീകരിച്ചത്. എന്നാൽ ഫാൽക്കൺ 6X വിമാനത്തിന്റെ കാര്യത്തിൽ ഫാൽക്കൺ ഐ എന്നത് ഐച്ഛികമായ ഒരു സംവിധാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനായി ഇസ്രായേലി കമ്പനിയുമായി നേരിട്ടൊരു കരാറിലെത്തുന്നത് രാഷ്ട്രീയ വലിയ തിരിച്ചടിയാകുമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ ഈ സാങ്കേതിക വിദ്യ ഒഴിവാക്കാൻ തീരുമാനിച്ചത്.